നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കൗതുക വാർത്തയായാലോ ഇനി? കറങ്ങുന്ന കാർ പോർച്ച്, മറഞ്ഞിരിക്കുന്ന ഡൈനിങ് ടേബിൾ എന്നിങ്ങനെ കണ്ണൂർ തലശ്ശേരിയിലെ അജയൻ്റെ വീട്ടിലെ ചില പരീക്ഷണങ്ങൾ നമ്മളെ വല്ലാതെ ആകർഷിക്കും. സാങ്കേതിക വിദ്യയുടെ നവീന സാധ്യതകൾ ഫലപ്രദമായി ഈ തലശ്ശേരിക്കാരൻ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. പരീക്ഷണ വഴിയിലെ താരമാണ് അജയൻ തലശ്ശേരി. തലശ്ശേരി ഇല്ലത്തു താഴെയുള്ള അജയേട്ടൻ്റെ വീട്ടിലാണ് എത്തി നിൽക്കുന്നത്. ഈ വീടിനും അജയേട്ടനും നിരവധി സവിശേഷതകളുണ്ട്. സ്ഥലപരിമിതി അടക്കമുള്ള വെല്ലുവിളികളെ ടെക്നോളജി ഉപയോഗിച്ച് മറികടക്കുക. ലോകത്ത് ധാരാളം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടക്കുന്ന മേഖലയാണ്. ആ പരീക്ഷണ വഴിയിൽ നടന്ന് വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അജയേട്ടൻ്റെ വീട്ടിലെ ഒരു കാർ പോർച്ചാണ്. ഈ കാർ പോർച്ച് കറങ്ങും. അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? എങ്ങനെയാണെന്ന് നോക്കിയാൽ അജയേട്ടാ? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് കറങ്ങി വരും. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും രണ്ട് ഭാഗത്തും കറക്കാം. എത്ര വെയിറ്റ് വേണമെങ്കിലും കൊടുക്കാം. വലിയ കാറിനും വലിയ ബസ്സിനും എന്തിനു വേണമെങ്കിലും അതിന് കണക്കായിട്ട് പ്ലാറ്റ്ഫോം വലുതാക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്താണ്, ടെക്നോളജി എന്നൊന്ന് പറയാം? ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിലൊരു മോട്ടോർ, ആ മോട്ടോർ ടയറിനെ കറക്കും. ടയറും നമ്മളെ ഈ കാറിൻ്റെ പ്ലാറ്റ്ഫോമും തമ്മിൽ അറ്റാച്ച്ഡ് ആണ്. മോട്ടോർ കറങ്ങുമ്പോൾ ടയർ കറങ്ങുന്നു, ടയർ കറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോം കറങ്ങുന്നു. സിമ്പിളാണ് സംഭവം. അജയേട്ടൻ്റെ വീടിനകത്തും ഇതുപോലെ നിരവധി പരീക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയല്ലോ ചേട്ടാ. ഞാനിപ്പോൾ ഈ വീട്ടിലെ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. പക്ഷെ നിൽക്കുന്നത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കുറച്ച് പ്രയാസമുണ്ടല്ലേ? ഇത് ഡൈനിങ് ഹാൾ മാത്രമല്ല, ഇത് ലിവിങ് റൂം കൂടിയാണ്. ഡൈനിങ് റൂമിൻ്റെ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒന്നാക്കിയത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിലാക്കി. ഇത് നോക്കി, ഇത് ഈ കാണുന്ന നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ടൈലാണ്, ഒരു ഫ്രീ സ്പേസ് ആണ്. പക്ഷേ ഇത് മുകളിലേക്ക് പോകും. ഇതൊരു ഡൈനിങ് ടേബിൾ ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയാലോ ചേട്ടാ? ഓക്കെ. ഡൈനിങ് ഹാളിൽ ഒളിച്ചിരുന്ന ആ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇങ്ങനെ പൊങ്ങി വരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ചെയ്ത സാധനമാണിത്. യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പ്. ഇനി അടുത്ത കൗതുകത്തിലേക്ക് പോവുകയാണ്. അതായത് കാണുമ്പോൾ നമുക്കൊരു ഷെൽഫൊക്കെ ആയിട്ട് തോന്നും അല്ലേ? ശരിക്കും എന്താണ്? അലമാര കം വാഷ് ബേസിൻ. ചെറിയ കുട്ടികൾക്ക് ഓടിക്കളിക്കുന്ന സമയത്ത് തട്ടിപ്പോവുകയും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഹൈഡ് ചെയ്ത് വെച്ചു. അതുമാത്രമല്ല, പുറമേ നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് വീട്ടിൽ കയറുമ്പോൾ തന്നെ വാഷ് ബേസിൻ കാണുമെന്ന് പറഞ്ഞ ഒരു ഐശ്വര്യക്കേടാണ്. അതുകൂടി ഒഴിവാക്കാനാണ് ഇതിപ്പോൾ ഹൈഡായിട്ട് വെച്ചിരിക്കുന്നത്. കേരള ഗവൺമെൻറ് അവാർഡ് കിട്ടി. അതിനുശേഷം അവർ വെബ്സൈറ്റിലിട്ട സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൾക്കാർ കണ്ടു, അവർ വിളിച്ചു, അവിടെയും കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് എനിക്ക് സ്പെഷ്യൽ അവാർഡാണ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ കണ്ടതിൽ പലതും പരീക്ഷിച്ച് വിജയകരമായി അജയേട്ടൻ നടപ്പാക്കിയത് 2 പതിറ്റാണ്ട് മുൻപാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും. നമ്മൾ കണ്ടത് കൂടാതെ വാട്ടർ പ്യൂരിഫയർ, ഒപ്പം അടയ്ക്ക പൊളിക്കുന്ന യന്ത്രം, അങ്ങനെ പരീക്ഷണ വഴിയിൽ വലിയ വിജയങ്ങൾ നേടി മുന്നേറുകയാണ് അജയേട്ടൻ. തലശ്ശേരിയിൽ നിന്ന് മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24. എന്തായാലും അജയൻ ചേട്ടൻ ആസൽ ഐറ്റമാണ്, ഗംഭീരമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുന്നു.